ഇപ്പോൾ രാവിലെ ഇതും കൊണ്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇതെന്താണെന്ന് മനസ്സിലായോ? പുട്ടും ചെറുപയറും പഴവും പപ്പടവും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഒരു എരി പുളി മധുരം നല്ല അടിപൊളിയാട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടൊക്കെ ചുടുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഭ്രാന്തുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വണ്ടി അങ്ങ് ഓടിക്കോളും. സ്റ്റാർട്ടാകാനേ ബുദ്ധിമുട്ട്. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ജോലി തുടങ്ങിയാൽ അങ്ങോട്ട് തുടങ്ങാൻ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് നടത്തുകയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ കൊടുകുന്ന് കൊണ്ടുവന്ന എൻ്റെ കുരുമുളകിൻ്റെ തൈ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കോട്ടലൊക്കെ കുത്തിക്കൊടുത്ത് ഞാൻ പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഐറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കോലൊക്കെ എനിക്ക് കുത്തി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തടമൊക്കെ ഒന്ന് മാന്തി ലെവൽ ചെയ്ത് വളം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കൊടുകുന്ന് കൊണ്ടുവന്നതാണ്. എന്തിനും കുരുമുളകാന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തെന്താ ആയാലും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു കോലൊക്കെ കുത്തിക്കൊടുത്ത് പിന്നെ ഇത് കലാത്തിയെ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റും ഇങ്ങോട്ടൊന്ന് മാറ്റും. ഇത് ഞാൻ മീനിനുണ്ടാക്കിയൊരു കോളായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചെടി നട്ടു. അങ്ങനെ ഓരോ ഭ്രാന്ത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ വെറും ചോറും കറിയും വെച്ചാൽ പോരല്ലേ, ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഭ്രാന്തും വേണമല്ലോ. അപ്പോൾ ഇതാ വളമൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ തക്കാളിയൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തോട്ടത്തേക്കൊന്നും തൊടിക്കൊന്നും വരലില്ല ഉമ്മമാരുണ്ടായതുകൊണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേണം ഞാൻ അടുത്ത വിത്തിറക്കാൻ. പിന്നെ അതേ മത്തൻ്റെ ഇല താളിച്ചാന്ന് വിചാരിച്ചിട്ടോ. ഈ താളിപ്പും നമ്മുടെ നോമ്പാകുമ്പോഴേ എനിക്കിതിങ്ങനെ പറിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ മത്തൻ്റെ ഇല താളിച്ചതും ആ കറുത്ത് പൊരിച്ച ഇറച്ചിയും ഒരു കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ കഴിക്കണം എനിക്ക് ഓർമ്മ ഉണ്ടാവും. ചെറുപ്പത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനൊക്കെ എന്തൊരു ടേസ്റ്റായിരുന്നു. ഇപ്പോൾ എത്ര കഴിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ച് നോക്കിയാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇത് കഴിക്കാനായിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ. അപ്പം നോമ്പും വരാനായി. അപ്പോൾ ഈ ഉമ്മ ഞാൻ എപ്പോഴും ഓരോന്ന് സഹായിച്ചുകൊണ്ടിരിക്കും. ഒരു ഉമ്മ കേട്ടോ. ഒക്കെ 8:10 അങ്ങനെ പോവുകയാണ്. വെയിൽ കായട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ അവിടെ പോയി ഇരിക്കുക കേട്ടോ.